തോമസ് ക്രിസ്തുമാൻ വിരച്ചൻ പള്ളിക്കുണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ കടന്നുകൊണ്ടിട്ടുണ്ട്. അച്ഛനെയും ഏറെ സന്തോഷത്തോടുകൂടി, പ്രത്യേകിച്ച് നീലഗിരി മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അച്ഛനെയും ഏറെ സന്തോഷത്തോടുകൂടി ഈ MCCL-ന്റെ ഈ ചെറിയ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളാണ് പുതിയ നേതാക്കന്മാർ. നിങ്ങളാരാണ്? ആരാണ് നേതാക്കന്മാർ? ഒന്ന് പറഞ്ഞേ. ലീഡേഴ്സ്, സ്കൂളിലെ ലീഡേഴ്സില്ലേ, അപ്പം നിങ്ങളാണ് മേഖലയിലെ നേതാക്കന്മാർ. നമ്മുടെ പള്ളികളിൽ എല്ലാ ആകെ വിശ്വാസ കൂട്ടായ്മയിൽ എല്ലാ മേഖലകളിലും സംഘടനകൾ മാത്രമല്ല രാഷ്ട്രീയപരമായ സംഘടനകളുണ്ട്. എല്ലാ തരത്തിലും സന്നദ്ധ സംഘടന ഇപ്പോൾ വളരെ പ്രബലമല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടവരാണ് സന്നദ്ധ സംഘടനകൾ. ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ അയൽ പ്രദേശമായ നമ്മുടെ വയനാടിൻ്റെ ചില പ്രദേശങ്ങളിൽ നിങ്ങൾ അറിഞ്ഞില്ലേ? ഉരുൾപൊട്ടി അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലേ? അപ്പം അവിടെ ഇപ്പം കൂടുതൽ പ്രവർത്തിക്കുന്ന ആരാണ്? സന്നദ്ധ സംഘടനകൾ എന്ന് പറഞ്ഞാൽ സ്വമനസാലെ ഒരു സംഘടന രൂപീകരിച്ച് പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ സന്നദ്ധ സംഘടനകൾ. അപ്പം അവരാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഓരോ സംഘടനകളാണ്, ഓരോ സമിതികൾ, കൂട്ടങ്ങൾ ഒന്നിച്ച് ചെന്നാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാര്യങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇപ്പം നമ്മുടെ മേഖലയിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പള്ളിയിൽ ഇപ്പം നമ്മുടെ MC എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ പള്ളിയിലെ മാതൃപിതൃ മുതിർന്ന വിശ്വാസ സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ് MC വൈമോ. നിങ്ങൾ MC അല്ല, ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ MC വൈമാരുടെ നമ്മുടെ ചേട്ടന്മാരുടെ ഇപ്പം നമ്മുടെ MC വൈമോ പല ഇടങ്ങളിലെ MC വൈമൊക്കെ നമ്മുടെ ദുരിത അനുഭവിക്കുന്ന മേഖലകളിലേക്കെല്ലാം സഹായങ്ങൾ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് അത് ആരാണ്? അവരൊരു പ്രത്യേക സംഘടനയാണ്. അവർക്ക് നേതൃത്വങ്ങളുണ്ട്, പ്രസിഡന്റുമാരുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. പിന്നെ എന്താണ്? നമ്മുടെ അമ്മമാരുടെ എന്താ പറയാ? എന്താണ്? നിങ്ങൾക്ക് തന്നെ അറിയാലോ, MCMF അല്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേർക്കുള്ള സംഘടനയാണ് എന്തെന്ന് പറയുന്നത് MCCL. അപ്പോൾ എല്ലാ സംഘടനകളും പോലെ MCCL-ന് ഒരു ആന്തമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സംഘടനയുടെ പേര് എല്ലാവർക്കും അറിയാം. എന്താണ്? മറന്നു പോയത്. MCCL. അതിന്റെ ഫുള്ളെന്ന് പറഞ്ഞേ മലങ്കര കാത്തലിക് ചിൽഡ്രൻസ് ലീഗ്. അപ്പം നമ്മുടെ മലങ്കര സഭയിലെ ഓരോ സൺഡേ സ്കൂൾ പഠിക്കുന്ന, അപ്പോൾ ഇടവകളായി തിരിച്ചിരിക്കുന്ന ഓരോ ഇടവകയിലും മേഖലകളായി തിരിച്ചിട്ടുണ്ടെങ്കിൽ മേഖലകളിൽ സഭയിലും ഒരു സമിതിയുണ്ട് നിങ്ങളുടെ തന്നെ. ഇപ്പം ഇത് മേഖലയിൽ സമിതിയാണ്. അപ്പം അങ്ങനെ അതാണ് യഥാർത്ഥത്തിൽ ഒരു സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ ക്രമീകരിക്കുന്നത്. അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്? നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാം അവൈലബിൾ ആക്കിയിരിക്കാൻ പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു ഭരണഘടനയൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഭരണഘടനയില്ല. എന്താണ് ഭരണഘടനയുടെ അർത്ഥം? അല്ലെങ്കിൽ ഭരണഘടന എന്തിനാണ്? ഒരു സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. സിസ്റ്റം ഇങ്ങനെ ഇത്തരത്തിലാണ് കാര്യങ്ങൾ എന്നുള്ള ഒരു സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഒരു ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഭരണഘടനയൊക്കെ ഉണ്ട്. എന്താണ് അതിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്? യേശുവിൻ പക്കലേക്ക് മറക്കരുത്. നിങ്ങൾ ഇനി പോയിട്ട് നിങ്ങളുടെ ഇടവകയിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? ഇടവകയിലെ മേൽനോട്ടമൊക്കെ നിങ്ങളിപ്പോൾ പല ഇടവകളിൽ നിന്നല്ലേ, മേഖലയിൽ മേൽനോട്ടമുള്ള പോലെ തന്നെ ഇടവകയിലും പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്. അപ്പോൾ രൂപീകരിക്കാത്ത ഇടങ്ങളിലൊക്കെ രൂപീകരിക്കാൻ ആരാണ് പറയേണ്ടത്? ഇനി ചില ഇടവകളിൽ ഇനി MCCL സംഘടന രൂപീകരിച്ചിട്ടില്ലെങ്കിൽ അതിന് രൂപീകരിക്കുവാനുള്ള നിർദ്ദേശം കൊടുക്കേണ്ട ആരാണ്? മേഖലയിൽ നിന്നാണ് അല്ലേ? അപ്പം ഇപ്പം നമ്മുടെ അച്ഛൻ മേഖലയിലെ എല്ലാ ആളുകളെയും ഒന്നിച്ചു കൂട്ടുവാൻ നമ്മുടെ ഡയറക്ടർ അച്ഛൻ, ഫിലിപ്പർ അച്ഛൻ ചെയ്തതുപോലെ നിങ്ങളാണ് ഇനി അച്ഛൻ്റെ സഹായത്തോടു കൂടി രൂപീകരിക്കാത്ത മേഖലകളിലെല്ലാം രൂപീകരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കേണ്ടവരാണ് നിങ്ങളാണ്. അപ്പം എന്താണ്? ആരാണ് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥ? യൂത്തിന്റെ സ്വർഗീയ മധ്യസ്ഥൻ ആരാണ്? മധ്യസ്ഥൻ നമ്മുടെ MCCL-ന് സ്വർഗീയ മധ്യസ്ഥയാണ്. അപ്പോൾ അത് സംഘടിപ്പിക്കുക. പിന്നെന്താണ് വളരെ പ്രധാനപ്പെട്ട എന്താണ്? ദൈവബലി. കേട്ടില്ലേ? ദൈവബലി വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ?
നിങ്ങളെ ആരൊക്കെയോ അച്ഛനാകാൻ പോകുന്നുണ്ടോ? പെട്ടെന്ന് തന്നെ പോകുന്നില്ല അവര് മുഖത്തടിച്ച്. അത് ശരി. അപ്പൊ എന്നാലും ചെറിയൊരു പല പ്രാവശ്യം നിങ്ങളെ കണ്ടിട്ടില്ലേ? പെട്ടി പണ്ട് ക്യാമ്പെടുത്ത് പണ്ട് അല്ലേ? പിന്നെ ഈ ഇടയ്ക്ക് ഒന്ന് ക്യാമ്പിൽ വന്നാൽ. ഓക്കെ. അപ്പം അങ്ങനെ കണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കാം. അപ്പം ആഗ്രഹമില്ല, പക്ഷെ ആഗ്രഹം ഉള്ളവരുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ തീരുമാനിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു നമ്മുടെ എന്തിനാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് എന്നെ കളിക്കാൻ പോകുന്നത് ഒരു രസത്തിന് അല്ലേ? അപ്പൊ നമ്മളെ കളിക്കാം. നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെന്റൽ ഇതൊക്കെ വളരെ ഫ്രീ ആകും. ബോഡി സിസ്റ്റം മൊത്തം ഫ്രീ ആകുന്നത് കളിക്ക് ശേഷം. ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയില്ല. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് എന്നാൽ പിന്നെ നമ്മുടെ അപ്പം അങ്ങനെ സഹായിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവരെന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. ഇത് നിങ്ങളൊക്കെ ചോദിച്ചാൽ അവർ തരുമില്ലേ? മനസ്സിലായോ? അപ്പം നമ്മുടെ പരിപാടി, നമ്മുടെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പം നമ്മുടെ MCCL നേതൃത്വത്തിൽ നമ്മുടെ അച്ഛനെ ആദരിക്കുമ്പോൾ വലിയ ഇതുണ്ട്. പപ്സും ചായയും കൊടുക്കാനുള്ള സാമ്പത്തികം ഒരുപക്ഷെ നമ്മുടെ കയ്യിലില്ല. നമുക്ക് അവർക്ക് ഒരു മിഠായി മേടിച്ചു കൊടുക്കണമെങ്കിൽ എത്ര വേണം? നിങ്ങൾ ട്രാൻസ്പെറൻസി എന്ന് കേട്ടിട്ടില്ല? ട്രാൻസ്പെറൻസി എന്ന് കേട്ടിട്ടുണ്ടോ? സുതാര്യത. എന്താണ്? വിശ്വസ്തത. അല്ലെങ്കിൽ എന്താണ്? നേരായ രീതിയിലുള്ള നമ്മൾ കൊടുത്താലും നമ്മൾ എന്ത് ചെയ്യും? എടുക്കരുത്. കൊടുത്താലും എടുക്കരുത്. എടുത്താൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ എടുക്കില്ല. കടം മേടിച്ചാലും തിരിച്ചു കൊടുക്കണം. അങ്ങനെ എടുക്കില്ല. അപ്പൊ ഇതാണ് ട്രാൻസ്പെറൻസി. നമ്മൾ ആവശ്യമില്ലാത്ത എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? അപ്പം നമ്മുടെ കയ്യിലാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിലാണ് ഇത്. അപ്പം നമ്മളെന്ത് ചെയ്തത്? ബില്ലൊക്കെ നേരായ രീതിയിൽ തന്നെ എഴുതാനും. പിന്നെ ഒരു ബുക്കൊക്കെ ഉണ്ട്. എന്തുണ്ട്? ലെഡ്ജറും ജേണലും. സാധാരണ നമുക്കിപ്പോൾ വലിയ ജേണലും ലെഡ്ജറൊന്നും വേണ്ടെങ്കിലും സാധാരണ ഒരു പുസ്തകത്തിൽ ഓരോ മാസത്തെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതാണ് ട്രഷററുടെ ഉത്തരവാദിത്വം. അപ്പം ഇത് ഡോക്യുമെന്റ് ചെയ്യുന്ന ആരാണ്? സാമ്പത്തിക കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്ന ആരാണ്? ട്രഷററാണ്. ആ കൈകാര്യം ചെയ്യുന്ന ആളും പ്രസിഡന്റ്. പ്രസിഡന്റ് ഉടനെ തന്നെ പറയുകയാണ് അപ്പം നമ്മൾ ഈ ഒരു ഇതോടനുബന്ധിച്ച് നമുക്ക് അവർക്ക് സ്വിച്ച് കൊടുക്കാൻ തീരുമാനിക്കും. അപ്പോൾ അത് അറേഞ്ച് ചെയ്യേണ്ട ആരാണ്? ട്രഷററാണ് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ആരുടെയും പ്രസിഡന്റ് അറേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ ഇതിന്റെ സാമ്പത്തിക സോഴ്സ് അതിന് ശരിയായ രീതിയിൽ നൽകേണ്ടത് ആരാണ്? ട്രഷറർ. അപ്പം അങ്ങനെ ഒരു ദൗത്യമാണ് ആർക്കുള്ളത്? ട്രഷറർക്ക്. ട്രഷറർക്ക് എന്തില്ല? അസിസ്റ്റന്റ് ഇല്ല. ട്രഷറർ തന്നെ. പിന്നെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആർക്ക് ഇടപെടാം? പ്രസിഡന്റിന് ഇടപെടാം. പിന്നെ നമ്മുടെ ആനിമേറ്റർമാരുണ്ട്. അത് എന്താണ്? മുതിർന്നവരാണ്. മുതിർന്നവരുടെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെ നയിക്കാൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ, ഒരു എങ്ങനെയാണ് ഇന്ന ഒരു പരിപാടി നടത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സാറേ നടത്തുന്നത്, അല്ലെ സിസ്റ്റർ എങ്ങനെയാണ് നടത്തുന്നത്, അല്ലെ അച്ഛൻ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയുള്ള ആർക്ക് അമ്മമാരുണ്ട്, കോർഡിനേറ്ററുണ്ട്, അച്ഛനുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഇത്രയാണ് ഒരു സംഘടന എന്ന രീതിയിൽ. അപ്പം നമ്മൾ വളരെ ഷോർട്ടാക്കി പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മുദ്രാവാക്യം? കേട്ടില്ല? യേശുവിൻ പക്കലേ. ആ മധ്യസ്ഥ ഏതാണ്? വിശുദ്ധ അൽഫോൻസ. പിന്നെന്താണ് നമ്മൾ? പിന്നെ MCCL ആന്തം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് MCCL പരിപാടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? MCCL ആന്തം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു നിരയിലേക്ക് വരേണ്ട ഒരു അത്യാവശ്യമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ രീതിയിൽ MCCL പ്രത്യേകം പ്രവർത്തിക്കുന്നതിനും അതിൻ്റെ നേതൃനിരയിലേക്ക് നിങ്ങൾ വരുന്നതിനും നേതൃത്വം എപ്പോഴും ഇപ്പം കൊച്ചു ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നപ്പം ഇടവകയിലെ വികാരിയച്ഛന്മാർ അതുപോലെ സിസ്റ്റേഴ്സൊക്കെ ഞാനൊക്കെ മാറി നിന്ന് കൊടുത്തിപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചത് നമ്മുടെ വികാരി അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളാണ്, നിങ്ങളും സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി വേദികളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ പള്ളിയിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കുഞ്ഞുങ്ങൾ നിങ്ങൾ MCCL കുട്ടികൾ നേതൃത്വം വഹിക്കണം. അതുപോലെ നമ്മുടെ പള്ളി വേദോപദേശത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ പുറകോട്ട് പോകുന്ന രീതി കാണുന്നുണ്ട് നമ്മുടെ പല പള്ളികളിലും. അത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് തന്നെ അറിയാമല്ലോ.
അപ്പോൾ നമ്മുടെ അതുപോലെ ഇപ്പം നമ്മുടെ പിന്നെ ഡയറക്ടർ അച്ഛൻ കൃഷ്ണമന്ദിരച്ഛൻ പറഞ്ഞതുപോലെ ഈ മദ്രസയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ 4 വയസ്സ് 4.5 വയസ്സ് 5 വയസ്സ് 6 വയസ്സിലൊക്കെയാണ് മദ്രസയിൽ പോകുന്നത്. അപ്പോൾ അവർ വെളുപ്പിനെ എടുക്കുന്നതിന് ബുദ്ധിമുട്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനോട് സൺഡേ സ്കൂൾ ക്ലാസ്സിൽ എന്താ കുട്ടി വരാതിരുന്ന ഒരു പേരൻസിനോട് ചോദിച്ചപ്പോൾ മഴയൊക്കെ അല്ലേ സിസ്റ്ററെ, തണുപ്പൊക്കെയാണ്, അപ്പോൾ എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ മറ്റു കുഞ്ഞുങ്ങൾ അവർക്കും അതൊരു ബാധകമാണല്ലോ. മദ്രസയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് അതൊരു ചിട്ടയായിട്ട് നമ്മൾ ഇപ്പോൾ ചിട്ടയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും ഈ വേദോപദേശ ക്ലാസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ വേദം പഠിക്കുന്നതിൽ നിന്ന് വചനം നമ്മൾ സ്വീകരിക്കുകയും യേശു ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് യേശു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അപ്പം നമ്മുടെ അച്ഛന്മാർ നമ്മുടെ ഈ മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ കേട്ടില്ലോ, ഇപ്പോൾ വചനം യേശുവാണ് വചനം. അപ്പം യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ വചനത്തെ മുൻനിർത്തി അതിൻ്റെ നേതൃത്വം, അപ്പം യേശു എനിക്ക് സ്വന്തമാകണം. യേശു എനിക്ക് സ്വന്തമാണെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ യേശു എൻ്റെ സ്വന്തമായി മാറണം. യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് നേതൃത്വം പിന്നെ വേദോപദേശ സൺഡേ സ്കൂളിലുണ്ടാകണം, ഓരോ പള്ളിയിലും വേണം. അപ്പം നിങ്ങൾ അതിന് ലീഡർഷിപ്പ് കൊടുക്കണം. മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നതിനും കുഞ്ഞുങ്ങളെ വേദോപദേശം പഠിക്കാനായിട്ട് അവർ സ്കൂളിലൊക്കെ നമുക്ക് നാളെ നേരത്തെ വരണം, ഇന്നപോലെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, നമുക്ക് അത് സംഘടിപ്പിക്കണം, അങ്ങനെ നമുക്ക് പറഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് വരാനും ഒക്കെ ഒരു നല്ല നേതൃത്വം കൊടുക്കാനായിട്ട് ഈ MCCL ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിന് സഹായിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ MCCL പ്രവർത്തനം. അതുകൊണ്ട് എല്ലാ മംഗളങ്ങളും സിസ്റ്റർ പ്രത്യേകം നേരുന്നു. അപ്പോൾ യേശുവാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെ യേശു ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നെങ്കിൽ മാത്രമേ അതെപ്പോഴും ആ പ്രവർത്തനം, ആ മനോഭാവം, ആ ജീവിത രീതികളെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഭാഗമായ MCCL അംഗങ്ങളെ പ്രത്യേകമായി അനുമോദിക്കുന്നു. അതുപോലെ പ്രത്യേകമായി പള്ളികളിൽ നിന്ന് പറഞ്ഞുവിട്ടല്ല വികാരിച്ചുമാരെ അനുമോദിക്കുന്നതോടൊപ്പം നമുക്ക് ഒത്തൊരുമിച്ച് സൺഡേ സ്കൂൾ ഡയറക്ടേഴ്സും മേഖലാ ഡയറക്ടേഴ്സ് അതുപോലെ ആനിമേറ്റേഴ്സ് കോർഡിനേറ്റേഴ്സ് എല്ലാവരും പിന്നെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റേഴ്സ് പിന്നെ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങൾ ഇവരെല്ലാവരും അടങ്ങുന്നതാണ് നമ്മുടെ സഭ, നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയിലെ വേദോപദേശ സമിതി. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മനോഹാരിത നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പള്ളിയിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം ഒത്തൊരുമിച്ച് പരിശ്രമിക്കാമെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. കുഞ്ഞുങ്ങളെ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു അവസരമാണ്. കാരണം ഇതുവരെ ഞാനൊക്കെ പ്രൊമോട്ടറായിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ ചെറിയൊരു ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഒരു ബത്തേരി രൂപതയുടെ ഡയറക്ടർ അച്ഛനൊക്കെ വന്ന് ഇങ്ങനെ നമുക്കൊരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് വളരെ റയറായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ക്രിസ്തുമന്ദിരച്ഛനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഗ്രൂപ്പാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നിങ്ങളെ ഇത്രയും പേര് ഇവിടെ വിളിച്ചു വരുത്തി. അതേപോലെ ഒരു ആനിമേറ്റർ, നമുക്ക് ആനിമേറ്റർ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ സിസ്റ്റർ ആനിമേറ്ററായിട്ട് സിസ്റ്ററെ നിയമിച്ചു. അപ്പോൾ ഏത് നല്ലൊരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ പോലെ അല്ല, പണ്ടത്തെ കാലം മാറി അന്ന് ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു. ഇന്ന് കുടുംബത്തിലെല്ലാം കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയോ അല്ലെ പേരൻസിനോട് പറഞ്ഞ് നിർബന്ധിച്ച് സൺഡേ സ്കൂളിലും മറ്റുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിർബന്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ അതാണ് സിസ്റ്റർ പറഞ്ഞത്. കുട്ടികൾ രാവിലെ പണ്ട് കാലത്തൊക്കെ കൃത്യസമയത്ത് വരുമായിരുന്നു. എല്ലാ കാര്യത്തിലും ഒരു ആത്മീയതയിൽ ഒരു ഉണർവുണ്ടായിരുന്നു കുട്ടികൾക്ക്. ഇന്ന് ആത്മീയതയിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭവിഷ്യത്തുകൾ ഓരോ കുടുംബത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഭവിഷ്യത്തിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ സിസ്റ്ററും അച്ഛന്മാരും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച, എവിടെ താഴ്ചയില്ല, ഇനി ഉയർച്ച മാത്രമേ ഉള്ളൂ. എവിടെ ചെന്നാലും നിങ്ങളോട് മാറി നിൽക്കാൻ ആരും പറയത്തില്ല, ഇങ്ങോട്ട് കയറി വാന്നേ പറയുള്ളൂ. അത്ര നിങ്ങൾ ലീഡർഷിപ്പിൽ മുമ്പോട്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ നല്ല നല്ല കാര്യങ്ങൾ സ്കൂളിലാണെങ്കിലും പഠിത്തത്തിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നിങ്ങളെ ആരും മാറ്റി നിർത്തില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഏൽപ്പിക്കും. സ്കൂളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതേപോലെ ലീഡർഷിപ്പ് പല കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തിത്വം കണ്ടിട്ട് സ്കൂൾ മാനേജ്മെന്റ്, കോളേജ് മാനേജ്മെന്റ് എല്ലാം നിങ്ങളെ പല കാര്യങ്ങളും ഏൽപ്പിക്കും. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് പോയാലും പല കുട്ടികൾക്കും സ്കൂളിലേക്ക് പിന്നെ ചെല്ലത്തില്ല. +2 കഴിഞ്ഞ് പോയാൽ സ്കൂളിലേക്ക് ചെല്ലത്തില്ല, 10th കഴിഞ്ഞ് പോയാൽ സ്കൂളിലേക്ക് ചെല്ലത്തില്ല. കോളേജ് പഠിത്തം കഴിഞ്ഞാൽ ചിലർക്ക്
ആ പ്രിൻസിപ്പളിടത്തോളം ഞാൻ അങ്ങോട്ട് പോകില്ല, ടീച്ചറിടത്തോളം പോകത്തില്ല. പക്ഷേ നമ്മൾ നല്ല വ്യക്തിത്വത്തോടെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നും ആ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തോ നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആൾക്കാർ, നല്ലൊരു പോസിറ്റീവ് ഗ്രൂപ്പും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഗ്രൂപ്പും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ മാറി ഇപ്പോൾ കാണാം അല്ലേ, കുട്ടികളൊക്കെ പോയിട്ട് പോതക്കുരൽ എന്ന് പറയുന്നത് എന്താണ്, മയക്കുമരുന്നിനൊക്കെ അടിമകളാകുന്നത് അറിയാതെ പോയി അങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ ചെന്നപ്പെടുന്നതാണ്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂട്ടുകാരാരാണ്, നമുക്ക് പറ്റുന്ന കൂട്ടാണോ, നമുക്ക് പറ്റിയ ബന്ധങ്ങളാണോ. നമുക്ക് പഠിക്കാനായിട്ട് സ്ഥലത്തേക്ക് കോയമ്പത്തൂർ പോകുന്നു അല്ലെ ബാംഗ്ലൂരേക്ക് ചെല്ലുന്നു. എനിക്കറിയുന്ന കുറേ കുട്ടികളുണ്ട്, അവർ ആദ്യം ചെല്ലുന്ന പള്ളികളിലേക്കാണ്. ഞായറാഴ്ച പള്ളികളിൽ പോയിട്ട് അവിടുത്തെ അച്ഛന്മാരുമായിട്ടും അവിടുത്തെ സിസ്റ്റേഴ്സുമായിട്ടും അവിടുത്തെ യൂത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം സേഫ്, പിന്നെ ഒരു പ്രശ്നമില്ല. അവരുടെ ഗ്രൂപ്പ് അതാണ്. അല്ലാത്തപ്പെട്ടെ ഞായറാഴ്ച കിട്ടിയാൽ പോലും പള്ളിയിലും പോകില്ല. ചില കുട്ടികൾ നല്ല ആക്റ്റീവ് ആയിരിക്കും, ഇവിടെ പ്ലസ് 2 വരെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും നമ്മുടെ പള്ളിയിൽ. പക്ഷെ അവർ കോളേജിലോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച പള്ളി വരത്തില്ല. മോള് വന്നിട്ടുണ്ട് വീട്ടില്, എന്ത് പള്ളി വരാത്ത, അല്ലെ മോൻ വീട്ടിൽ വന്നിട്ടുണ്ട്, എന്താ പള്ളി വരാത്ത, അവർ കടന്ന് ഉറങ്ങുക, അവർക്ക് ഇഷ്ടമില്ല അങ്ങോട്ട് വരാനിപ്പോ, അവർക്ക് പറ്റിയ കൂട്ടുകാരും. എങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങളുടെ ജീവിതം എപ്പോഴും നല്ല ഒരു ചിന്താഗതിയോടുകൂടി നല്ല പൗരന്മാരും ഒക്കെ ആയിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ ദൈവത്തില് ജീവിതം നമ്മുടെ കാര്യങ്ങൾ മുറുക്കെ പിടിച്ചാൽ നമുക്കൊരിക്കലും താഴേക്ക് പോകത്തില്ല. നമ്മുടെ ജീവിതം എപ്പോഴും മുകളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഇന്നിവിടെ കടന്നു വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കടന്നു വന്ന അച്ഛനും അതേപോലെ അച്ഛന്മാർക്കും സിസ്റ്റർക്കും എല്ലാ പ്രൊമോട്ടർമാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു. MCC അംഗങ്ങളെ, പ്രൊമോട്ടേഴ്സ്, മേഖലയുടെ സെക്രട്ടറി ശ്രീ ജോസ് കൊണ്ടപ്പം, നമ്മൾ MCCLന്റെ തെരഞ്ഞെടുപ്പ് നീലഗിരി മേഖലയുടെ 2024-25 വർഷത്തെ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് എനിക്കൊന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ നിങ്ങൾക്ക് നല്ലൊരു എന്താണ് ലീഡർഷിപ്പ്, എങ്ങനെയാണ് നമ്മുടെ സൺഡേ സ്കൂളുമായിട്ട് എങ്ങനെയാണ് ഒരു ലീഡർഷിപ്പിലേക്ക് കടന്നു പോകുന്നത്. നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വിധേയത്വമാണ്. നമ്മളിലൂടെ മാതൃക മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഒരു നേതാവ് എപ്പോഴും സെൽഫിഷ് അല്ലായിരിക്കും, എല്ലാവരെയും അംഗീകരിക്കപ്പെടുന്നവരായിരിക്കും നേതാവ് എന്നതാണ് നാം മനസ്സിലാക്കുക. നമ്മളെല്ലാം വിദ്യാലയങ്ങളെല്ലാം ഓരോ നേതൃത്വം ഏറ്റെടുക്കും, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ചിന്തകൾ, അതേമാതിരി മറ്റുള്ളവരെ താങ്ങാൻ കരുതാനുള്ള മനസ്സ്, ഇതെല്ലാം ചേർന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നല്ല ചിന്തകൾ അച്ഛൻ പങ്കുവെച്ചു. അപ്പം നമ്മുടെ ഈ വർഷത്തെ ഇതിലേക്ക് ഞാൻ നേതാവായി ഈ വർഷം നീലഗിരി മേഖല വൈദ്യമേലി 10 പള്ളികളുടെ MCCയുടെ പ്രസിഡന്റായി ഞാൻ നിൽക്കാം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചിന്തകൾ കുറേയാണ്. നേതാവിന് വേണ്ടത് എന്താ പറയുക ആരോഗ്യമെടുക്കുകയല്ല, മനസ്സാണ്. നല്ല മനസ്സുള്ളവർക്ക് നല്ല നേതാവാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പണ്ട് നമുക്കറിയാം ഏതൊരു നേതാവും മുന്നോട്ട് വന്ന് പിന്നിൽ നിന്ന് വന്നവരാണ് നേതാവായിട്ടുള്ളത്. മുന്നിൽ നിന്ന് നയിച്ചവരാരും നേതാവായിട്ട് ചരിത്രം തെളിയിച്ചിട്ടില്ല. പല നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം സഹായം എന്ന് പറയുന്നത് പിന്നിൽ നിന്ന് നയിച്ചു വരുന്നവരാണ് മുന്നിലേക്ക് അറിയപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പുതിയ തെരഞ്ഞെടുപ്പ് നിങ്ങൾ 10 ഇടവകളിൽ നിന്ന് കടന്നു വന്ന വിദ്യാർത്ഥികളുണ്ട്. നിങ്ങളെല്ലാം വിദ്യാലയങ്ങളെല്ലാം നല്ല ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നവരാണ്. നമുക്ക് ലീഡർ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവർ കണ്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവർ. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഇപ്പം ഞാൻ പറഞ്ഞ ചിന്തകൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നല്ലൊരു നേതാവാവുക, നമ്മൾ ഇതിനെ എല്ലാത്തിനും ചേർത്ത് പിടിച്ചുകൊണ്ട് സഹായിക്കാനുള്ള മനസ്സ്, അതേമാതിരി തന്നെ മറ്റൊരു കരുതാനുള്ള മനസ്സ്, ഇതെല്ലാം ചേർത്താണ് നല്ലൊരു നേതാവിൻ്റെ ക്വാളിറ്റി എന്നുള്ളത്. നമുക്കറിയാം ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുക, സ്വന്തമായി ആരും നേതാവാകില്ല, മറ്റുള്ളവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് എന്നും നേതാവായി മുന്നോട്ട് നയിക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ, ധൈര്യമായിട്ട് സ്കൂളിൽ ലീഡറായവർ എത്ര പേരുണ്ട് ഇതിൽ? സ്കൂളിൽ ലീഡറായവർ ഇല്ല, ലീഡർ ആയിട്ടില്ല സ്കൂളിൽ ഒരിക്കലും ഇല്ല. ക്ലാസ് ലീഡർ, യെസ്, വെരി ഗുഡ്. ക്ലാസ് ലീഡർ എങ്ങനെയാ നമ്മളൊരു ക്ലാസ്സിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്? എത്ര കുട്ടികളുണ്ട് ക്ലാസ്സിൽ? 15 കുട്ടികളുണ്ട്. യെസ്, 15 കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? ഒരേപോലെ കൊണ്ടുപോയി. അപ്പൊ മിടിക്കുകയാണല്ലോ നീ. നീ മിടിക്കുകയാണ്. 15 പേരെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പിന്നെ എന്താ ഈ ഇവിടെ ഇരിക്കുന്ന ഇത്ര പേരെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റൂലേ? പറ്റുമോ? നമുക്ക് ഏറ്റെടുത്താലോ? യെസ് അല്ലേ? നമുക്ക് ഈ വർഷത്തെ ഈ 2 വർഷത്തെ എന്താ പറയുക 25, 26, 27 2 വർഷത്തെ MCCL പ്രസിഡന്റ് ആയിട്ട് നമുക്കൊരു എന്താ പറയുക 26 വരെയുള്ള 2 വർഷത്തെ പ്രസിഡന്റ്. നമ്മൾ ഏത് പള്ളിയാണ്? ചെളിവേൽ. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. നന്നായി. ഓക്കെ. MCC
എൽ പ്രസിഡന്റ് ആയിട്ട് പേര് പറയും നീതു യോഹനാനെ ഈ വർഷം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. നല്ലൊരു ക്ലാപ്പ് ഇരിക്കുന്നത് നമ്മുടെ എല്ലാവരും ഡയറക്ടറുണ്ട്, അതോടൊപ്പം തന്നെ സാബു സാറിന്റെ ഇടവയും കൂടിയാണ്. അപ്പം അതിലെല്ലാം സപ്പോർട്ടിങ് സാറിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. നമുക്ക് എപ്പോഴും ചാരിറ്റി ആയിട്ട് നമ്മളുടേതായ ഒരു വ്യക്തിത്വം നമ്മൾ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കും അല്ലേ. അപ്പം നീലമേൽ നമുക്ക് എന്തായാലും ഇപ്പൊ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമൂഹമാണ് അല്ലെ. അവരെ ചേർത്ത് പിടിക്കാനുള്ള നമ്മൾ അതിനുള്ള ഒരു ഉദാഹരണം എന്നെല്ലാം പറയുന്നത് നമുക്ക് എന്താ പറയുക, രോഗികളായ വ്യക്തികളെല്ലാം പോയി സന്ദർശിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീടുകളെല്ലാം കയറി നമ്മൾ ചേർത്ത് എന്താ പറയുക മുതിർന്നവരോടായിട്ടെല്ലാം നമ്മുടെ ചിന്തകൾ പങ്കുവെക്കുമ്പോഴെല്ലാം നമ്മൾ എന്താവുക, നമ്മുടേതായ ആ വ്യക്തിത്വം തനിയെ നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. യെസ്. അപ്പൊ നമുക്ക് ഈ വർഷത്തെ MCCL പ്രസിഡന്റ് ആയിട്ട് നീതുവെ തെരഞ്ഞെടുക്കുന്നു. നല്ലൊരു കാര്യം. ഓക്കെ, നമുക്ക് മൊബൈൽ നമ്പർ നോട്ട് ചെയ്തേ, നമ്പരും കിട്ടി. ഒരു വൈസ് പ്രസിഡന്റും കൂടി വേണ്ടേ? അതെ അതെ, പിന്നെ വൈസ് പ്രസിഡന്റ് അതൊരു പ്രസിഡന്റും വൈസ് പ്രസിഡന്റ്. നമുക്ക് ജെൻസിലേക്ക് അതെ അതാ. ഏത് പള്ളിയാണ്? മോനേതാ പള്ളി? കയ്യൂന്ന്. കയ്യൂന്ന് എടുക്കാം. പേര് പറയൂ. ജെസിൻ. വീട്ടുപേര് ചെങ്ങനാട്. യെസ്. ജെസിനെ വൈസ് പ്രസിഡന്റ് ആയിട്ട് നമുക്ക് തെരഞ്ഞെടുക്കുന്നു. നല്ലൊരു നമുക്കൊരു സെക്രട്ടറി വേണം. നമ്മുടെ എല്ലാ മേഖലകളും 10 പള്ളികൾ 10 സ്ഥലങ്ങളിലാണ്. അപ്പൊ എല്ലാവർക്കും അതിന്റെ പ്രാതിനിധ്യം കൊടുക്കണം. നമ്മളേതാ? കമ്മാത്തി ഇടവുക. യെസ്. റെഡിയാണോ? യെസ്. നമ്മുടെ സെക്രട്ടറി ആയിട്ട് പേര് പറഞ്ഞ പേര് ഒന്ന് ഇൻഫോം ചെയ്യും. ജനിയ. യെസ്. എവിടെ പഠിക്കുന്നു? മോർണിംഗ് സ്റ്റാറിൽ പഠിക്കുന്നു. വെള്ളാങ്കുഴി. അപ്പോ നമ്മുടെ സെക്രട്ടറി ആയിട്ട് ഈ വർഷത്തെ ജനിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നല്ലൊരു ക്ലാസ്. ഡയറക്ടറേറ്റ് കാണിച്ചോ? പഠിച്ചു. നിരവികാർ പെട്ടെന്ന് പഠിക്കൂട്ടോ. ഡോക്യുമെന്റേഷൻ സെക്രട്ടറിക്ക് കൊടുത്താലും ഡോക്യുമെന്റും കൂടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോയിന്റ് സെക്രട്ടറി എടുക്കാം. ഡോക്യുമെന്റേഷൻ സാറ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. നമുക്കൊരു ജോയിന്റ് സെക്രട്ടറിയും കൂടി വേണം. ആവൂലേ? ഓക്കെ ആണോ? ഉപ്പട്ടിയാണോ? വെരി ഗുഡ് വെരി ഗുഡ്. പേര് പറഞ്ഞോ. അടിപൊളിക്കാരൊക്കെ ആയില്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി നമ്മള് ഓക്കെ. ഇനി നമുക്കൊരു എന്താ പറയാ, അച്ഛൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ അല്ലെ, കുറെ സമ്പത്തുകൾ ഇങ്ങനെ കടന്നു വരുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് അതിനെല്ലാം ശേഖരിച്ചു വെക്കാനുള്ള സംഭവം. അതെന്താന്ന് കാര്യം അറിയോ, കുറെ വരുന്നതുകൊണ്ട് അതൊന്നും എന്ത് ചെയ്യരുത്, പുറത്തേക്ക് വിടരുത്. കാരണം കിട്ടുന്നത് എന്തായിരിക്കും, തുച്ഛമായിരിക്കും. ഓക്കെ. ആരാ നമുക്ക് ട്രഷററായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? ആര് വേണം? എന്താ സമ്പത്തായതുകൊണ്ടാ ആര് പറ്റും? പാട്ടകല്ലേ? മാങ്കോട് ഇടവാ. മാങ്കോടുകാർക്ക് അത് സംരക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാർ എഴുന്നേറ്റ്. റിയ മരിയ. വീട്ടുപേര് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എവിടെ? ജോയിന്റ് സെക്രട്ടറി ആൻഡ് ട്രഷറർ. നന്നായി നമ്മുടെ ഫേസിൽ ചങ്കുകളാന്ന് കോർഡിനേറ്റർ ആയിട്ട് അൻസാറല്ലാണ്. അതെ അതെ. പ്രവർത്തനത്തിനെ പറ്റിയും ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ പ്രസിഡൻ്റായിട്ട്, അതുപോലെ വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറി ഒക്കെ ആയിട്ട് ചാർജ് എടുക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. നന്ദി.